ഒരു കാലത്ത് അർജന്റീനയുടെ കളി കാണുക എന്നൊക്കെ പറയുമ്പോൾ വലിയ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു തരം ബോറിംഗ് കളിയായിരുന്നു അന്നൊക്കെ അർജന്റീന പുറത്തെടുത്തിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ആയിരുന്നു അർജന്റീനയ്ക്ക് നല്ലൊരു മിഡ്ഫീൽഡ് ഇല്ല എന്നത്. എന്നാൽ അന്നത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് അർജന്റീന എന്ന ടീമിനെ ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് സാക്ഷാൽ ലിയണൽ മെസ്സി എന്ന മഹാമാന്ത്രികനായിരുന്നു. എന്നാൽ ഇന്ന് 2024 നിൽക്കുമ്പോൾ അർജന്റീനയുടെ മിഡ്ഫീൽഡ് എന്നത് ശക്തരും സമ്പൂർണവുമാണ്. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ചാരത്തിൽ നിന്നും അർജന്റീന എന്ന ടീമിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണി എന്ന നമ്മുടെ സ്വന്തം ആശാനോടാണ്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അർജന്റീനൻ ആരാധകൻ അവരുടെ അഹങ്കാരം കോൺഫിഡൻസുമായി കരുതുന്ന അർജന്റീനയുടെ മിഡ്ഫീൽഡിലെ പോരാളികളെ കുറിച്ചാണ്. ആദ്യം തന്നെ അർജന്റീനയുടെ മിഡ്ഫീൽഡിലെ എഞ്ചിനായി പ്രവർത്തിക്കുന്ന റോഡ്രിഗോ ഡി പോൾ എന്ന ആ മഹാമനുഷ്യനിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇന്ന് ഓരോ അർജന്റീനൻ ആരാധകരും ഇയാളെ നോക്കിക്കാണുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ്. മധ്യനിരയിൽ ഡി പോൾ ഉണ്ടെങ്കിൽ അതൊരു ആവേശവും പ്രതീക്ഷയുമാണ്. എതിരെ വരുന്ന എതിരാളികളെ മധ്യനിരയിൽ തന്നെ അവരുടെ മുന്നേറ്റത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് അർജന്റീനയുടെ വിജയത്തിനായി അയാൾ മരിച്ചു കളിക്കും. ലിയണൽ സ്കലോണി അർജന്റീനയുടെ മധ്യനിരയിലേക്ക് കൊണ്ടുവന്ന ഒരു ഒന്നൊന്നര മുതലാണത്. കഴിഞ്ഞ വർഷത്തെ കോപ്പ അമേരിക്കയിലെ ഡീമറിലേക്ക് നീട്ടി നൽകിയ ആ ക്രോസ് മാത്രം മതി ഈ മനുഷ്യനെ എന്നും അർജന്റീനൻ ആരാധകർ ഓർത്തുവെക്കാൻ. ഇറ്റാലിയൻ ക്ലബ്ബായ ഉഡ്നസിലെ മിന്നും പ്രകടനമാണ് ഡി പോൾ സ്കലോണി ആകർഷകനായത്. അയാളുടെ വിജയതീക്ഷ്ണതയും ഒരു ടീമിനെ നയിക്കാനുള്ള അയാളുടെ മെൻറ്റാലിറ്റിയും ആത്മവിശ്വാസം ചോരാതെ മൈതാനത്ത് ഏതൊരു എതിരാളിക്ക് മുമ്പിലേക്കും ചാട്ടുള്ളി പോലെ ആക്രമണം അയച്ചു വിടുന്നതെല്ലാം അയാളുടെ പ്രത്യേകതയാണ്. ലിയണൽ മെസ്സിക്ക് ശേഷം അർജന്റീനയുടെ ക്യാപ്റ്റനാകാൻ എന്തുകൊണ്ടും അർഹനാണ് റോഡ്രിഗോ ഡി പോൾ. അതെ, അവൻ തന്നെ തകർന്നടിഞ്ഞ അർജന്റീനയുടെ മിഡ്ഫീൽഡിലേക്ക് ഒരു രക്ഷകനായി വന്ന അർജന്റീന വസന്തം, ദ മിഡ്ഫീൽഡ് മാസ്റ്ററോ റോഡ്രിഗോ ഡി പോൾ. എന്നാൽ ഡി പോളിന് കൂടെ അതേ ക്വാളിറ്റിയും അതേ ആവേശത്തോടെ കട്ടക്ക് നിൽക്കുന്ന ഒരുത്തനും കൂടെയുണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡറായും സെൻട്രൽ മിഡ്ഫീൽഡറായും കളിക്കാൻ കഴിയുന്ന തൻ്റെ ടീമിൻ്റെ വിജയത്തിനായി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവൻ, സ്കലോണിയുടെ മിഡ്ഫീൽഡ് ഫാക്ടറിയിലെ വിശ്വസ്തനായ പോരാളി, ഇന്ന് റോമൻ മണ്ണിൽ വസന്തം തീർക്കുന്ന ലിയാൻഡ്രോ പെരേഡസ്. ഇവർ രണ്ടുപേരും എതിരാളികളെ മെരുക്കി കുപ്പിയിലാക്കുമ്പോൾ കളിക്കളത്തിൽ കവിത രചിച്ചുകൊണ്ട് മുന്നേറ്റങ്ങൾക്ക് ചുവടുവെക്കാൻ അങ്ങ് പാരീസിലും സ്പെയിനിലുമെല്ലാം തൻ്റെ പ്രതിബദ്ധം തെളിയിച്ചവൻ. ഉറങ്ങിക്കിടന്ന ആ മിഡ്ഫീൽഡിൽ ഒരു ഉദയസൂര്യനായി വന്ന് അർജന്റീനൻ ആരാധകർക്ക് പ്രതീക്ഷ നൽകിയവൻ. ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീന ഏറ്റവും മിസ് ചെയ്തത് അയാളുടെ മിന്നലാട്ടമായിരുന്നു. റിക്കോൽമിക്ക് ശേഷം അർത്ഥശൂന്യമായി കിടന്ന അർജന്റീനൻ മിഡ്ഫീൽഡിനെ രാഗിമെനുക്കി അർത്ഥപൂർണ്ണമാക്കിയവൻ. വേഗതയാർന്ന മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അയാളുടെ കാലുകളിൽ നിന്നാണ്. ഹിസ് നെയിം ഈസ് ജിയോവാനി ലോ സെൽസോ. ഈ മൂന്ന് താരങ്ങളാൽ സമ്പന്നമായ മിഡ്ഫീൽഡിലേക്കാണ് പകരക്കാരുടെ റോളിൽ വന്നുകൊണ്ട് പിന്നീട് പകരം വെക്കാനില്ലാത്ത താരങ്ങളായി ഇവർ മാറിക്കഴിഞ്ഞത്. 2022 ഖത്തർ വേൾഡ് കപ്പിൽ തങ്ങൾ ആരാണ് എന്നത് അവർ നമുക്ക് കാണിച്ചു തന്നതാണ്. സൗദിയുമായി പരാജയപ്പെട്ട അർജന്റീനയ്ക്ക് ഏറ്റുമുട്ടാനുണ്ടായിരുന്നത് മെക്സിക്കോക്കെതിരെയായിരുന്നു. എന്നാൽ അതിൽ ഗോളടിക്കാൻ കഴിയാതെ അർജന്റീനൻ താരങ്ങൾ വീർപ്പുമുട്ടിയ സമയം, അവിടെയാണ് സാക്ഷാൽ ലിയണൽ മെസ്സി വന്നുകൊണ്ട് അവരുടെ രക്ഷകനായി അവതരിച്ചത്. എന്നാൽ ആരാധകരേറെ അത്ഭുതപ്പെടുത്തിയത് അവൻ്റെ ഗോളായിരുന്നു. പപ്പു ഗോമസിൻ്റെ ആദ്യ മത്സരത്തിലെ മോശം പ്രകടനം മൂലം ഒരു ചെറുപ്പക്കാരൻ പയ്യനെ സ്കലോണി മിഡ്ഫീൽഡിലേക്ക് അഴിച്ചുവിടുന്നു. ഇതുവരെ അർജന്റീനൻ ആരാധകർ കാണാത്തൊരു മുഖമായിരുന്നു അത്. എന്നാൽ ആ മുഖത്തെ ഇനി ഒരിക്കലും അർജന്റീനൻ ആരാധകർ മറക്കുകയില്ല. കാരണം ഹൃദയമിടിപ്പുകൾ ക്രമാതീതമായി നിലച്ച സമയം ഒരു മരണമാസ് ഗോളിലൂടെ മെക്സിക്കോയുടെ വല ചലിപ്പിച്ചുകൊണ്ട് അവൻ വരവറിയിച്ചു. ഇന്ന് ചെൽസിയുടെ എല്ലാ പ്രതീക്ഷയും അവനിലാണ്. മൈതാനത്തെ കളി നിയന്ത്രിച്ചും എതിരാളികളെ താഴ്ത്തി പൂട്ടിയും അവൻ ഇന്ന് തകർത്താടുകയാണ്. ഭാവിയിൽ അർജന്റീനയുടെ മിഡ്ഫീൽഡ് അലങ്കരിക്കാൻ പോകുന്നവൻ, ദ വൺ ആൻഡ് ഓൺലി എൻസോ ഫെർണാണ്ടസ്. ഇനി ബാക്കിയുള്ളത് ഒരാൾ മാത്രമാണ്,
കളിക്കളത്തിൽ അയാൾ ഒരു സൈലന്റ് കില്ലറാണ്, പക്ഷേ എതിരാളികളുടെ അന്തകനുമാണ്. ഖത്തർ വേൾഡ് കപ്പിൽ പോളണ്ടുമായുള്ള മത്സരത്തിൽ തൻ്റെ രാജ്യത്തിനായി ആദ്യ ഗോൾ കണ്ടെത്തി വരവറിയിച്ചവനാണവൻ. അളന്നു മുറിച്ച് പാസുകൾ കൊണ്ടും ക്രോസുകൾ കൊണ്ടും ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് നല്ല വെടികുണ്ടുകൾ കണക്കെയുള്ള ഷോട്ടുകൾ ഉതിർക്കുന്നതിൽ കേമൻ. ലിവർപൂളിൻ്റെ മധ്യനിരയിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളി മെനയുന്നവൻ. ഈ വർഷത്തെ കോപ്പ അമേരിക്കയിൽ ഹൂലിയൻ അൽവാരസ് തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തിയപ്പോൾ അതിൽ ഇയാളുടെ പങ്ക് ചെറുതൊന്നുമായിരുന്നില്ല. ഫുട്ബോളിനെ വളരെ കാം ആൻഡ് ക്വയറ്റായി ഡീൽ ചെയ്യുന്ന സ്കലോണിയുടെ തുറുപ്പ് ചീറ്റ് അലക്സിസ് മാക്കലിസ്റ്റർ. ഇത്രയും മികച്ച മിഡ്ഫീൽഡുള്ള അർജന്റീനയുടെ ലക്ഷ്യം കോപ്പ കിരീടം നിലനിർത്തുക എന്നത് മാത്രമാണ്. ലാറ്റിൻ അമേരിക്കയുടെ കിരീടാവകാശി ആരായിരിക്കുമെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.